ഹായ്, ഞാൻ സിന്ധു. ആവറേജ് ഹൗസ് ഹോൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ പലരും വീട് വളരെ ഭംഗിയായും വൃത്തിയായും സൂക്ഷിക്കുന്നവരാകാം. ആഗ്രഹമുണ്ടെങ്കിലും ചിലർക്കെങ്കിലും അത് സാധിക്കാതെ വരാറുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ സ്ഥിരമായി ചെയ്യുന്ന കുറച്ച് ജോലികളുണ്ട്. കുക്കിംഗ്, കുക്ക് ചെയ്തതും ഭക്ഷണം കഴിച്ചതുമായ സ്ഥലങ്ങളും പാത്രങ്ങളും വൃത്തിയാക്കൽ, വീടിൻ്റെ ഫ്ലോർ ക്ലീനിങ്, ബാത്റൂം ക്ലീനിങ്, വാഷിംഗ് ക്ലോത്ത്സ്, ബെഡ്ഷീറ്റ് അറേഞ്ചിങ്. പക്ഷേ എത്രയൊക്കെ ചെയ്താലും വീടിൻ്റെ ചില ഭാഗങ്ങൾ വൃത്തികേടായിരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഓരോ ദിവസം ഓരോ സ്ഥലമായി നമുക്ക് ക്ലീൻ ചെയ്യാം. അതിനുവേണ്ടി ഒരു ടൈമർ നിശ്ചിത സമയത്തേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. 2 ആഴ്ചത്തേക്കുള്ള ഒരു ക്ലീനിങ് പ്ലാനാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലർക്ക് 10 മിനിറ്റ് കൊണ്ട് ഈ എക്സ്ട്രാ ക്ലീനിങ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ 15 മിനിറ്റോ അരമണിക്കൂർ വരെ നമുക്ക് എടുക്കാം. അരമണിക്കൂറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ക്ലീനിങ് ചെയ്ത് തീർക്കുക. ആഴ്ചയിൽ ഒരു ദിവസം വീക്കിലി ക്ലീനിങ്ങിനായി മാറ്റിവെക്കാം. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ക്ലീനിങ് റൂട്ടീൻ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഡേ നമുക്ക് ന്യൂസ് പേപ്പറുകളും ബുക്കുകളും ഒന്ന് പൊടി തട്ടി ഒതുക്കി വയ്ക്കാം. അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, ഇമ്പോർട്ടൻ്റ് പേപ്പേഴ്സ്, ID പ്രൂഫ്, ബില്ലുകൾ, ബാങ്കിൻ്റെയോ ഹോസ്പിറ്റലിൻ്റെയോ ഡീറ്റെയിൽസ് ഇതൊക്കെ സെപ്പറേറ്റ് ഫയലാക്കി വയ്ക്കാം. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഇതെല്ലാം ചെക്ക് ചെയ്ത് ആവശ്യമുള്ളത് മാത്രം സൂക്ഷിച്ചു വയ്ക്കാം. 2-ാം ദിവസം സ്റ്റേഷനറി ഐറ്റംസും കുട്ടികളുടെ ടോയ്സും മേക്കപ്പ് ഐറ്റംസും സ്റ്റിച്ചിങ്ങോ ക്രാഫ്റ്റിങ്ങോ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ മെറ്റീരിയൽസ് അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാം. 3-ാം ദിവസം നമ്മുടെ കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഒന്ന് ഭംഗിയായി സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ കിച്ചൺ ട്രേ, സ്റ്റാൻഡ് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. 4-ാമത്തെ ദിവസം ഗ്രോസറി ഐറ്റംസ് സൂക്ഷിച്ചിരിക്കുന്ന ടിന്നുകളും റാക്കുകളും വൃത്തിയാക്കാം. 5-ാം ദിവസം എല്ലാവരുടെയും ഡ്രസ്സുകൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. കൂടാതെ ബ്ലാങ്കറ്റ്, ഡോർമെറ്റ് എന്നിവയും ക്ലീൻ ചെയ്യാം. ഡ്രസ്സുകൾ അയൺ ചെയ്യാനുണ്ടെങ്കിൽ അയൺ ചെയ്ത് വെക്കാം. 6-ാം ദിവസം വീടിൻ്റെ ചുമരുകൾ ഒന്ന് ക്ലീൻ ചെയ്യാം. ഫാൻ, AC, ലാമ്പ് എന്നിവയും ക്ലീൻ ആക്കാം. 7-ാം ദിവസം ബാത്റൂം ക്ലീനിങ്, ബെഡ്ഷീറ്റ് ചേഞ്ചിങ്. ഇത് ഓരോ ആഴ്ചയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. 8-ാം ദിവസം ഹാൻഡ് റെയിൽസ്, മിറേഴ്സ്, സ്വിച്ച് ബോർഡ്സ്, ഫോട്ടോ ഫ്രെയിം, ക്ലോക്ക് ഇവയെല്ലാം ക്ലീൻ ചെയ്യാം. 9-ാം ദിവസം ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, മിക്സി എന്നിങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് ക്ലീൻ ചെയ്യാം. 10-ാം ദിവസം എല്ലാ ഫർണിച്ചറും ക്ലീൻ ചെയ്യാം. 11-ാം ദിവസം വിൻഡോ ക്ലീനിങ്. 12-ാം ദിവസം ഡോർ ക്ലീനിങ്. 13-ാം ദിവസം ഷൂ റാക്ക് ക്ലീനിങ്, ഔട്ട്ഡോർ ക്ലീനിങ്. 14-ാം ദിവസം വീക്കിലി ക്ലീനിങ് റൂട്ടീനാണ് ബെഡ്ഷീറ്റ് ചേഞ്ചിങ് ആൻഡ് ബാത്റൂം ക്ലീനിങ്. കഴിയുന്നത്ര കാര്യങ്ങൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ 15-ാം ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 2 ആഴ്ചത്തെ ഈ ക്ലീനിങ് പ്രോസസ്സ് കൊണ്ട് മാത്രം നമ്മുടെ വീട് ഭംഗിയായി കൊള്ളണമെന്നില്ല. ഇത് റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ വീടിൻ്റെ ഭംഗി നിലനിർത്താൻ കഴിയൂ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.